ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചികയെക്കുറിച്ചാണ്. വായു ഗുണനിലവാരം വളരെ മോശം നിലയിലേക്ക് എത്തിയിരിക്കുന്നു. 346 വായു ഗുണനിലവാര സൂചിക. തൗഫീഖിലേക്കാണ്. തൗഫീഖ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വായു ഗുണനിലവാരം അത് വളരെ മോശം അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നിലവിലെടുക്കുന്ന നിയന്ത്രണങ്ങൾക്കൊന്നും ഈ വായു ഗുണനിലവാര തോത് ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് നടപടികളാണ്? നിലവിലെ അവസ്ഥ എന്താണ്? ജിൽസി, ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം നിലയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് അതീവ ഗുരുതര വിഭാഗത്തിൽ തന്നെയായിരുന്നു വായു ഗുണനിലവാര സൂചിക ഉണ്ടായിരുന്നത്. ഇന്ന് 300-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതേ സ്ഥിതി തന്നെയായിരിക്കും ഉണ്ടാവുക. ഡൽഹി സർക്കാർ ഈ വായു ഗുണനിലവാരം മോശമാകുന്നതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നുണ്ടെങ്കിലും ഈ വായു ഗുണനിലവാരം കുറക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. 300-400-ന് മുകളിലേക്ക് ഡൽഹിയിലെ പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇതുമൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വന്നിരുന്നു. ആ സമയത്ത് തങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുകയെന്ന് സുപ്രീം കോടതി പോലും ചോദിക്കുകയുണ്ടായി. സർക്കാർ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും വലിയ രീതിയിലുള്ള വായു മലിനീകരണം ഓരോ ദിവസവും ഡൽഹിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സമീപ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ അത്തരം പ്രവൃത്തികൾ വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും എല്ലാം കണക്കുകൾ പറയുന്നത്. എന്നാലും വായു ഗുണനിലവാരം ഓരോ ദിവസവും ഈ 300-ന് മുകളിലാണ് ഇൻഡെക്സ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. ഇത് കുറഞ്ഞാൽ മാത്രമേ ശുദ്ധവായു ഡൽഹി ലഭിക്കുകയുള്ളൂ. അതെപ്പോൾ സാധ്യമാകും എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വായു ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും ഡൽഹിയിൽ ഉയർന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. സർക്കാർ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. ക്ലൗഡ് സീഡിംഗ് ഉൾപ്പെടെ നേരത്തെ ഡൽഹിയിൽ നടത്തിയിരുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടായിരുന്നു ഈ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ഡൽഹി സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടായത്. എന്നാൽ അതെല്ലാം പൂർണ്ണമായും പരാജയപ്പെടുകയാണ് ഉണ്ടായത്.